എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ കാണുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഒരു വൃത്തമാണ്. ആ വൃത്തത്തിൽ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളിന്റെ ഒരു ആംഗിൾ തന്നിരിക്കുന്നത് 40 ഡിഗ്രി ആണ്. അതേപോലെ തന്നെ റേഡിയസ് തന്നിരിക്കുന്നത് 4 സെന്റിമീറ്റർ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് പാർട്ട് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് ഷെയ്ഡഡ്? ട്രയാങ്കിൾ ഷെയ്ഡഡ് ചെയ്തിരിക്കുന്ന പാർട്ടാണ് നമുക്ക് കാണേണ്ടത്. നമുക്കറിയാം, ഒരു വൃത്തം എന്ന് പറയുമ്പോൾ അത് 360 ഡിഗ്രിയാണ്. അതിന്റെ ഒരു 40 ഡിഗ്രി മാത്രമാണ് ഇത്. 360-ൽ 40 ഡിഗ്രിയാണ് ഈ കാണുന്ന ആംഗിൾ. അപ്പോൾ നമുക്ക് 40/360 കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഷെയ്ഡഡ് ചെയ്ത പാർട്ട് കാണാൻ കഴിയും. 0ഉം 0ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. 4-ൽ 1 വരാം. പിന്നെ 36-ൽ 4 × 9 ആണ് 36 വരുന്നത്. അപ്പോൾ ആൻസർ കിട്ടുന്നത് 1/9 എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ഫസ്റ്റ് ക്വസ്റ്റ്യന് ആൻസർ 1/9 എന്ന് എഴുതാം. മെഷർ ആൻഡ് റൈറ്റ് അതർ 2 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ മറ്റു 2 കോണളവുകൾ കൂടെ നമുക്ക് കാണണം. അതെങ്ങനെയാണ് കാണുന്നത്? സം ഓഫ് ദ 3 ആംഗിൾ എത്രയാണ് കിട്ടുന്നത്? 180 ആണ്. അപ്പൊ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 40 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 180-ൽ നിന്ന് 40 മൈനസ് ചെയ്യുക. കിട്ടുന്നത് എത്രയാണ്? 140 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഈ 140 എന്ന് പറയുന്നത് എന്താണ്? ഈ 2 ആംഗിളുകൾ ചേർന്നതാണ് 140 എന്ന് പറയുന്നത്. അപ്പൊ സെയിം ആംഗിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ 140-യെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുന്നത്? 70 ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു ആംഗിൾ എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ ആൻസർ നമുക്ക് കിട്ടി 70 ഡിഗ്രി. ഹൗ മെനി ട്രയാങ്കിൾ ക്യാൻ ഡ്രോൺ ലൈക്ക് ദിസ്? എത്ര ട്രയാങ്കിളുകൾ വരയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതെത്രയാണ്? 9-ൽ ഒരു ഭാഗമാണെന്ന് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾ വരയ്ക്കാൻ കഴിയും? 9 ട്രയാങ്കിളുകൾ നമുക്ക് വരയ്ക്കാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആദ്യം തന്ന സ്റ്റേറ്റ്മെന്റ് ഇതാണ്: വൺ ഓഫ് ദ ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. ഇതിന്റെ ഒരു ആംഗിൾ റൈറ്റ് ആംഗിൾ എന്നാണ് പറഞ്ഞത്. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 90 ഡിഗ്രി വരുന്നതിനാണ് റൈറ്റ് ആംഗിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ 90 ഡിഗ്രി ഇവിടെ എവിടെയും തന്നിട്ടില്ല. അതുകൊണ്ട് എന്താണ്? ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതാണ് ദ 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. ശരിയാണല്ലോ, 2 ആംഗിളുകൾ 70 ഡിഗ്രിയാണ് രണ്ടിലും വന്നിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തത് ശരിയാണ്. മൂന്നാമത്തെ എന്താണ്? ദ 3 സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾ ആർ ഈക്വൽ. അത് തെറ്റാണല്ലോ, 3 സൈഡുകളും അതിന്റെ ആംഗിളുകളും തുല്യമല്ല. നാലാമത്തത് തന്നിരിക്കുന്നത് ദ 3 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ ലെസ് ദാൻ 90. അല്ലെ, 90 ഡിഗ്രിയിലേക്കാൾ കുറവാണ് എല്ലാ ആംഗിളുകളും. അപ്പൊ നമുക്ക് ഏതാണ് കറക്റ്റ് എന്ന് എഴുതാം. ആൻസർ വരുന്നത് സി ആയിരിക്കും. സെക്കൻഡ് ആൻഡ് ഫോർത്ത് ആർ കറക്റ്റ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ടാങ്ക് തന്നിട്ടുണ്ട്. ആ ടാങ്കിന്റെ നീളം 90 സെന്റിമീറ്റർ ആണ്, വീതി 70 സെന്റിമീറ്റർ ആണ്, ഹൈറ്റ് 50 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയം കാണാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. വോളിയം ഈക്വൽ ടു നമുക്ക് എഴുതാം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ലെങ്ത് എത്രയാണ്? 90 സെന്റിമീറ്റർ. വിഡ്ത്ത് എത്രയാണ്? 70 സെന്റിമീറ്റർ. ഹൈറ്റ് എത്രയാണ്? 50 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ ടാങ്ക് ഈക്വൽ ടു 90 × 70 × 50 എത്രയായിരിക്കും കിട്ടുന്നത്? 3,15,000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? 189 ലിറ്റർ വാട്ടർ ഫില്ല് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് നമുക്ക് കാണേണ്ടത്. ആദ്യത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മുഴുവൻ ലെങ്ത് ആണ്. ആദ്യത്തെ ഹൈറ്റ് അതാണ് 50 സെന്റിമീറ്റർ. ഇതിൽ 189 ലിറ്റർ വെള്ളം നിറച്ചപ്പോഴുള്ള ലെങ്ത് ആണ് ഇനി നമുക്ക് കാണേണ്ടത്. നമുക്ക് ഇങ്ങനെ എഴുതാം: ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 1,89,000. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ചോദിച്ചാൽ 1 ലിറ്റർ ഈക്വൽ ടു 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്, നമുക്ക് അറിയാം. അപ്പൊ എന്ത് ചെയ്യണം? 189-നെ നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഗുണിക്കണം. അതിനെ ക്യൂബിക് സെന്റിമീറ്ററിലാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണത്. അങ്ങനെയാണെങ്കിൽ 1,80,000 എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലെങ്ത് എത്രയാണ്? 90 സെന്റിമീറ്റർ ആണ്. വിഡ്ത്ത് എത്രയാണ്? 70 സെന്റിമീറ്റർ ആണ്. ഹൈറ്റ് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ എഴുതാം: 90 × 70 × ഹൈറ്റ് ഈക്വൽ ടു 1,89,000. ഹൈറ്റ് ഈക്വൽ ടു 1,89,000 ഡിവൈഡ് ബൈ 90 × 70. ഇത് ചെയ്താൽ നമുക്കിവിടെ സൈഡിൽ ചെയ്ത് നോക്കാം. എന്താണ്? ആദ്യം ഈ 2 പൂജ്യങ്ങൾ തമ്മിൽ ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് 9 ആണ്. 9-ൽ എത്രയാണ്? 189 21 പ്രാവശ്യമാണ് പോകുന്നത്. ബാക്കിയുള്ള 0 നമുക്ക് മുകളിലേക്ക് എടുത്തെഴുതാം. പിന്നീട് വരുന്നത് എന്താണ്? 7 ആണ് വരുന്നത്. 7-ൽ 3 പ്രാവശ്യമാണ് 21 പോകുന്നത്. ബാക്കിയുള്ള 0 മുകളിലേക്ക് എഴുതാം. അപ്പോൾ കിട്ടുന്നത് എത്രയാണ്? 30 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 30 സെന്റിമീറ്റർ ആയിരിക്കും. ഇതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് തന്നിരിക്കുന്ന ഹിന്റ് എന്താണ്? ഈ ടാങ്കിന്റെ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഡബിൾ ആവുകയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ്? നമുക്കറിയാം, വോളിയം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? 3,15,000 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് അറിയാം. ഇനി എന്താണ്? ലെങ്ത്തിന് മാറ്റം വന്നു. എത്രയാണ്? ഡബിൾ ആയി. അപ്പം 90 × 2 180 സെന്റിമീറ്റർ ആയിട്ട് മാറി. വിഡ്ത്ത് എത്രയാണ്? 70 × 2 140 സെന്റിമീറ്റർ ആയിട്ട് മാറി. ഹൈറ്റ് എത്രയാണ്? 50 × 2 100 സെന്റിമീറ്റർ ആയിട്ട് മാറി. അപ്പോഴുള്ള വോളിയം എത്രയായിരിക്കും? വോളിയം ഈസ് ഈക്വൽ ടു 180 × 140 ×
100 എത്രയാണ് കിട്ടുന്നത്? 25,20,000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെയാണെങ്കിൽ വോളിയം ഡബിൾ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം വോളിയം എത്രയാണ്? 3,15,000 ആണ്. അത് ഡബിൾ ആകുമെന്ന് പറയുമ്പോൾ അതിനെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 6,30,000 ആണ് കിട്ടുന്നത്. അതും എന്താണ്? 6,30,000 25,20,000 ഈക്വൽ ആവുന്നില്ല. അതുകൊണ്ട് എന്താണ്? ആദ്യത്തെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. വോളിയം എന്താവും? 4 മടങ്ങാവും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വോളിയം 4 മടങ്ങാക്കി കൂട്ടി നോക്കുക. എത്രയാണ്? 12,60,000 ആണ് വരുന്നത്. അതെന്താണ്? അതും ഈക്വൽ ആവുന്നില്ല. അപ്പോൾ അതും തെറ്റാണ്. പിന്നീട് എന്താണ്? 16 ടൈംസ് ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3,15,000 നമുക്ക് 16 കൊണ്ട് ഗുണിച്ചാൽ 50,40,000 ആണ് കിട്ടുന്നത്. എന്താണ്? അതും ഈക്വൽ ആവുന്നില്ല. പിന്നെന്താണ്? 8 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ആവുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 3,15,000 8 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 25,20,000 ആണ്. അത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഡബിൾ ആയപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ. അപ്പോൾ എന്താണ്? ഡി ആയിരിക്കും കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 എ ഓർ ബി തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന് നമ്മൾ ആൻസർ ചെയ്താൽ മതിയാവും. മൂന്നാമത്തെ എ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അതിൽ തന്നിരിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 12/15 ഏറ്റവും ചെറിയ ഫോം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുകയാണ്. 3 കൊണ്ടാണ് മുകളിലും താഴെയുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആൻസർ കിട്ടുന്നത് 4/5 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 16 കേക്ക് കൈവശമുണ്ട്. അത് നമ്മൾ എത്ര പേർക്കാണ്? 6 പേർക്ക് വീതം വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും? ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 16/6 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 8/3 ആണ്. അടുത്തായിട്ട് പറയുന്നത് 8 കേക്ക് നമ്മുടെ കയ്യിലുണ്ട്. അത് നിശ്ചിത പേർക്ക് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടണം? ഒരാൾക്ക് 8/3 ഭാഗം കിട്ടണം. അതായത് 16 കേക്ക് 6 പേർക്ക് കൊടുത്തപ്പോൾ കിട്ടിയത് ഒരാൾക്ക് 8/3 ഭാഗമാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 8 കേക്ക് എത്ര പേർക്ക് കൊടുത്താലാണ് 8/3 ഒരാൾക്ക് കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? 8/x. എക്സ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്കാണ് കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല. എത്ര കിട്ടണം? 8/3 കിട്ടണം. അപ്പോൾ എക്സ് എന്ന് പറയുമ്പോൾ 8 ഡിവൈഡഡ് ബൈ 8/3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മുകളിലേക്ക് വരുമ്പോൾ 3 മുകളിലേക്ക് വരും. 8 × 3/8 ആണ് വരുന്നത്. അപ്പോൾ 8 ക്യാൻസൽ ആയി പോവും. എത്രയാണ്? 3 പേർക്കാണ് അത് കൊടുക്കുവാൻ കഴിയുക. അടുത്ത ചോദ്യം സ്കൂൾ യൂണിഫോം ആണ്. അതായത് 42 മീറ്റർ ആണ് ഉള്ളത്. അത് എത്ര പേർക്ക് കൊടുക്കണം? 24 പേർക്ക് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് കാണേണ്ടത്? 42/24. 42/24 ചെയ്താൽ കിട്ടുന്നത് എന്താണ്? 7/4 ആണ് കിട്ടുന്നത്. 7/4 നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും ഹരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 × 4 4. ബാക്കി എത്രയാണ് വരുന്നത്? 3 ആണ്. അത് നമുക്ക് എങ്ങനെ എഴുതാൻ കഴിയും? 1 3/4 മീറ്റർ എന്ന് എഴുതാൻ കഴിയും. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് എത്രയാണ്? 1.25 മീറ്റർ ആണ് ഒരാൾക്ക് കിട്ടുന്നത്. തേർഡ് എയിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ഡി നോക്കാം. 24/36 ലോവസ്റ്റ് ടേം ആണ് 2/3 എന്നാണ് തന്നിരിക്കുന്നത്. അതിന്റെ റീസൺ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇതിന്റെ കോമൺ ഫാക്ടർ 12 ആയതുകൊണ്ടാണ് ഇതുപോലെ കിട്ടുന്നത് എന്നാണ്. ശരിയല്ലേ? 12 × 2 24 ആണ്. 12 × 3 36 ആണ്. അപ്പം 12നെ മുകളിലും താഴെയുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 2/3 കിട്ടും. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ഈസ് റൈറ്റ്, റീസൺ ഈസ് റോങ്. അല്ലല്ലോ, അത് തെറ്റാണ്. കാരണം സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ റൈറ്റ്. അപ്പോൾ എന്തായിരിക്കും? ബി ആയിരിക്കും ആൻസർ റൈറ്റ്. സി തന്നിരിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, റീസൺ ഈസ് റൈറ്റ്. അതും തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ റോങ്. ഇതൊക്കെ തെറ്റാണ്. ആൻസർ എന്തായിരിക്കും? ബി ആയിരിക്കും. 3Bയിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ എന്താണ്? 1/3ന്റെയും 1/5ന്റെയും ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുന്ന 2 ഫോമുകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് വരുന്നത്? 5/15, 10/30. അതേപോലെ 1/5ൽ വരുന്നത് 3/15, 6/30. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 21/27ന്റെ ഡിഫറൻറ്റ് ഫോമാണോ 2/3 എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ശരിയാണെങ്കിലും അല്ലെങ്കിൽ തെറ്റാണെങ്കിലും വൈ അത് കൂടെ നമ്മൾ എഴുതണം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 21/27ന്റെ ഏറ്റവും ചെറിയ ഫോം എന്താണ് വരുന്നത്? 7/9 ആണ് വരുന്നത്. അപ്പൊ എന്താണ്? ഇതിന്റെ ഫാക്ടർ അല്ല. നമുക്ക് എഴുതാം 2/3 ഈസ് നോട്ട് എ ലോവസ്റ്റ് ഫോം ഓഫ് 21/27. വേറെ രീതിയിൽ എങ്ങനെ കൊടുക്കാം? 21ന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് വരുന്നത്? 1, 3, 7, 21 ആണ്. 27ന്റെ എന്താണ് വരുന്നത്? 1, 3, 9, 27. 21ൽ കോമൺ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ അതിൽ 2ന്റെ ഗുണിതങ്ങൾ വരുന്നില്ല. ഫോർത്ത് എയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഒരു സീക്വൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്താണ്? 1/2 + 1/4 = 3/4. പിന്നീട് എന്താണ്? ഈ 3/4 ഇവിടെ എഴുതി 3/4 + 1/4ന്റെ എന്താണ്? 4ന്റെ ഡബിൾ ആണ് ഇവിടെ വരുന്നത്. 4 + 4 8. 1/8 = 7/8 തന്നു. ഇനി എന്താണ്? ആ 7/8 ഇവിടെ എഴുതി
1/16 അല്ലെ, 8ന്റെ ഡബിള് 16 വരുന്നത്, ഈക്വൽ ടു 15/16. ഇവിടെ നമ്മൾ എന്താണ് നോക്കേണ്ടത്? ഇവിടെ ആദ്യത്തേത് വരുന്നത് 3 3 + 3 + 1 എന്താണ്? 7 വരുന്നത്. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. പിന്നെ എന്താണ്? 7 + 7 + 1 15 അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് എന്ത് എഴുതാം? 15/16 പ്ലസ് 16ന്റെ 2 ഗുണിതം എത്രയാണ് വരുന്നത്? 32 വരുന്നത്. അത് നമ്മൾ ഇവിടെ എഴുതി. 15 + 15 + 1 എത്രയാണ് വരുന്നത്? 31. അതാണ് ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? 15/16 എന്ത് ചെയ്യണം? 2 കൊണ്ട് ഗുണിക്കണം. ഡിനോമിനേറ്റർ നമുക്ക് പൊതുവായിട്ട് 32 ആയിട്ട് കിട്ടും. 15 × 2 എത്രയാണ് വരുന്നത്? 30. 30 + 1 വരുന്നത് 31. 31/32 എന്നിവിടെ കിട്ടും. ഇനി അടുത്തത് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. എന്താണ്? 31/32 എഴുതാം. പ്ലസ് 32ന്റെ ഡബിൾ എന്താണ്? 64 വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 1/64 എന്ന് എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യാം? 31 + 31 + 1 എത്രയാണ് കിട്ടുന്നത്? 63 കിട്ടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. 31ന് എന്ത് ചെയ്യണം? മുകളിലും താഴെയുമായിട്ട് 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഡിനോമിനേറ്റർ 64 കിട്ടുന്നത്. അതേപോലെ തന്നെ ഇവിടെ 1/64 സെയിം ആയിട്ട് വരും. 31 × 2 വരുന്നത് 62 62 + 1 63 63/64. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. എ ബി എന്ന് പേരായിട്ടുള്ള 2 വെസലുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. എ എന്താണ്? വലുതാണ്. ബി ചെറുതാണ്. എയിൽ എത്രയാണുള്ളത്? 8 ലിറ്റർ എന്തുണ്ട്? മിൽക്കുണ്ട്. ബിയിൽ എത്രയാണ് ഉള്ളതെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ എന്താണ് ചെയ്യുന്നത്? 8 ലിറ്ററിൽ നിന്ന് 1 ലിറ്റർ നമ്മൾ എന്ത് ചെയ്യാണ്? ചെറിയ വെസലിലേക്ക് ഒഴിക്കുകയാണ്. അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? എയും ബിയും എന്താവാണ് ചെയ്യുന്നത്? തുല്യമാവുകയാണ് ചെയ്യുന്നത്. അതായത് 2 വെസലിലെയും മിൽക്ക് സെയിം ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് ആ സെയിം ആവുന്ന മിൽക്ക് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റ് എന്ത് എഴുതാം? മിൽക്ക് ഇൻ ദ ലാർജ് വെസൽ നമുക്ക് എഴുതാം 8 മിൽക്ക് ഇൻ പോർഡ് ടു സ്മോൾ വെസൽ എത്രയാണ്? 1 ലിറ്റർ എന്ന് എഴുതാം. അതിനുശേഷം റിമൈനിങ് മിൽക്ക് ഇൻ ടു ദ ലാർജ് വെസൽ. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ എത്ര മിൽക്കാണ് എയിൽ ഉണ്ടാവുക എന്നറിയണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 8 മൈനസ് 1 കാണണം. അതെത്രയാണ് കിട്ടുന്നത്? 8 - 1 എഴുതാം. പിന്നീട് പ്ലസ് 3/4 മൈനസ് 1/4. അപ്പോഴെത്രയാണ് വരുന്നത്? 3ൽ നിന്ന് 1 കുറച്ച് കഴിഞ്ഞാൽ 2 വരുന്നത്. 2/4 എന്ന് കിട്ടും. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2. അപ്പൊ നമുക്ക് കിട്ടുന്നത് 7 ലിറ്റർ എന്നാണ് കിട്ടുന്നത്. അടുത്തത് എന്താണ് പറയുന്നത്? ഇതിൽ നിന്ന് ഇതിലേക്ക് ഒഴിച്ചപ്പോൾ എന്ത് ചെയ്ത്? 2 സെയിം ആയെന്ന് പറഞ്ഞല്ലോ. വെസൽ ബിയിൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു എന്നാണ് അറിയേണ്ടത്. ഇപ്പോഴെത്രയായി? 1/4 ലിറ്റർ ഒഴിച്ചപ്പോഴെത്രയായി? 7 ലിറ്ററായി. അപ്പൊ എന്ത് ചെയ്യണം? 1/4 ലിറ്റർ നമ്മൾ 7 ലിറ്ററിൽ നിന്ന് കുറച്ചു കഴിഞ്ഞാൽ ഈ വെസലിൽ ആദ്യം എത്രയാണ് ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്കിവിടെ ചെയ്യാം. ക്വാണ്ടിറ്റി ഓഫ് ദ മിൽക്ക് ഇൻ ദ സ്മോൾ വെസൽ ഫ്രം ബിഗിനിങ് എത്രയാണ്? 7 മൈനസ് 1/4. 7 - 1 ആദ്യമായിട്ട് എഴുതാം. പ്ലസ് 1/2 മൈനസ് 1/4. 7 - 1 എത്രയാണ് വരുന്നത്? 6. 1/2 മൈനസ് 1/4 എങ്ങനെയാണ്? നമുക്ക് മുകളിൽ താഴെയുമായി 2 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 2 - 1/4 നമുക്ക് എന്ത് കിട്ടും? 1/4 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ വരുന്നത് എത്രയാണ്? 6 ലിറ്റർ ആയിരിക്കും. ഫോർത്ത് എയിലെ സി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? 1/2 + 1/3 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി 1/2നെ മുകളിലും താഴെയുമായി 3 കൊണ്ട് ഗുണിച്ചു. 1/3നെ മുകളിലും താഴെയുമായിട്ട് 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 3/6 + 2/6 ആണ്. 3 + 2 5 ആണ് കിട്ടുന്നത്. 5/6 എന്ന് കിട്ടും. അത് ഈക്വൽ ടു എന്താണ്? ടി എന്നതിനോടാണ് യോജിക്കുന്നത്. n എന്താണ്? 1/3 + 1/5. ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ആദ്യത്തേതിനെ 5 കൊണ്ട് ഗുണിച്ചു. രണ്ടാമത്തേനെ നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു. ആൻസർ കിട്ടുന്നത് എന്താണ്? 5/15 + 3/15 ഈക്വൽ ടു എന്താണ് കിട്ടുന്നത്? 8/15 ആണ്. സെയിം ആയിട്ട് വരുന്നത് വിയിലേക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1/3 + 1/4. അതിനെന്താണ്? നമ്മൾ മുകളിലും താഴെയുമായി ആദ്യത്തെ 1/3നെ 4 കൊണ്ട് ഗുണിക്കുകയാണ്. 1/4നെ 3 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ എത്ര കിട്ടും? 4/12 + 3/12. ആൻസർ കിട്ടുന്നത് 7/12 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു യു. അപ്പൊ നമുക്കിവിടെ എഴുതാം m = t, n = v, p = u. അത് ആൻസർ 1 ആയിട്ടാണ് മാച്ച് ആവുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? എ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? എ വെസൽ കണ്ടെയ്ൻ 5 ലിറ്റർ ഓഫ് മിൽക്ക്. നമുക്കിവിടെ എഴുതാം ടോട്ടൽ മിൽക്ക് നമുക്കിവിടെ എഴുതാം ഈക്വൽ ടു 5 ലിറ്റർ. അതിലെന്താണ് സംഭവിക്കുന്നത്? ഹരി ഈസ് ടേക്കൺ. അതിൽ 6 ഭാഗമാക്കി മാറ്റിയതിന് ശേഷം ഹരി അതിന്റെ ഒരു പാട്ട് എടുക്കുകയാണ്. അപ്പോൾ ഹരി എടുക്കുന്നത് എത്രയാണ്? 5/6 ലിറ്റർ എന്ന് എഴുതാം. സുധ എന്താണ് ചെയ്യുന്നത്? 5 ലിറ്ററിൽ നിന്ന് 3 പാട്ടാക്കി മാറ്റിയതിന് ശേഷം സുധ എടുക്കുകയാണ്. അപ്പൊ സുധ എടുക്കുന്നത് എത്രയായിരിക്കും? 5/3 ലിറ്റർ എന്ന് എഴുതാം. ഇനി അടുത്ത എന്താണ് ചോദിച്ചിരിക്കുന്നത്? ക്വാണ്ടിറ്റി ഓഫ് ദ മിൽക്ക് ടുഗദർ ടേക്കൺ. അപ്പൊ എന്ത് നമുക്ക് ചെയ്യാം?
5/6 പ്ലസ് 5/3 കാണാം. അതെങ്ങനെയാണ് കാണുന്നത്? 5/6 പ്ലസ് 5/3. 5/3നെ മുകളിൽ നിന്ന് താഴെയുമായിട്ട് 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10/6 എന്ന് കിട്ടും. ആൻസർ കിട്ടുക 15/6 ആണ്. 15/6നെ വീണ്ടും ചെറുതാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5/2 എന്ന് കിട്ടും. അപ്പോൾ 5/2 ലിറ്റർ എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. അതെന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകൂടെ ചെറുതാക്കണം. അത് ചെറുതാക്കാൻ വേണ്ടി 5നെ 2 കൊണ്ട് ഹരിക്കുകയാണ്. 2 × 2 4, ബാക്കി 1. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 1/2 എന്ന് എഴുതാം. അപ്പോൾ 2 1/2 ലിറ്റർ ആയിരിക്കും രണ്ടുപേരും കൂടി എടുക്കുന്നത്. ഫോർത്ത് ബിയിലെ ഡി ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്? ട്രൂ ആണെന്നാണ്, ശരിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1 part of 10 divided by 6 equal to 6/10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ശരിക്കുള്ള ആൻസർ? 10നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? തെറ്റാണ്. 6/10 ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6/10 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0.6 ആണ്. 0.6 എന്താണ്? ലെസ് ദാൻ 1 ആണ്. അപ്പോൾ ആ ആൻസറും തെറ്റാണ്. സി തന്നിരിക്കുന്നത് എന്താണ്? 10/6 ഈക്വൽ ടു 5/3. 10/6 നമുക്ക് എന്ത് എഴുതാം? ഡിവൈഡ് 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 5/3 എന്ന് എഴുതാം. അപ്പോൾ 10/6 ഈക്വൽ ടു 5/3 ആണ്. അപ്പോൾ ഇതെന്താണ്? ആൻസർ ശരിയാണ്. ഡി എന്താണ് തന്നിരിക്കുന്നത്? 10/6 ഈസ് ലെസ് ദാൻ 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10/6നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 10നെ 6ൽ എത്രയാണ്? ഒരു പ്രാവശ്യമാണ് പോകുന്നത്. അപ്പോൾ 1 × 6 6 ആണ്, ബാക്കി 4 വരുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഒരു പോയിന്റ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ 0 ആഡ് ചെയ്താൽ 6 × 6 36, വീണ്ടും 4 വരും. അപ്പോൾ എന്ത് ചെയ്യും? വീണ്ടും നമ്മളൊരു 0 ചേർക്കും. അപ്പോൾ 1.666 എന്നാണ് കിട്ടുന്നത്. 1.6 എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. ഇതിൽ ആൻസർ വരുന്നത് സി ആണ്. സി ഈസ് കറക്റ്റ്. അടുത്തത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. പിക്ചർ വരയ്ക്കാനാണുള്ളത്. നോട്ടുകളിൽ വരച്ചിട്ടുണ്ടാകും. തീർച്ചയായും നിങ്ങൾക്ക് അത് നോക്കി റെഫർ ചെയ്യാൻ കഴിയുന്നതാണ്. അതിൽ തന്നെയുള്ള ഫിഫ്ത്ത് ബി ആണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ദ ഫിഗർ ഗിവൺസ് ആർ നോട്ട് എ റെക്ടാങ്കിൾ. വൈ എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ഓപ്ഷൻ ABCD തന്നിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതേപോലെ തന്നെ 4 സൈഡ് എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. ഇത് നമ്മൾ മനസ്സിൽ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്. ആദ്യം എന്താണ് തന്നിരിക്കുന്നത്? ഇറ്റ് ഹാസ് എ 4 സൈഡ്. 4 സൈഡ് ആയതുകൊണ്ടാണോ ഇത് ഒരു റെക്ടാങ്കിൾ അല്ല എന്ന് പറയുന്നത്? അല്ല. അതുകൊണ്ട് അത് തെറ്റാണ്. ഇറ്റ് ഹാസ് 4 കോർണേഴ്സ്. ഈ നമുക്ക് തന്നിരിക്കുന്ന ചിത്രത്തിന് എന്താണ്? 4 കോർണേഴ്സ് ഉണ്ട്. അത് എന്താണ്? അതുകൊണ്ടല്ല. അടുത്തെന്താണ്? ദെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. ഈ സൈഡ്സ് ഈക്വൽ ആണെങ്കിലും ഈ സൈഡ് എന്താണ്? ഈക്വൽ അല്ല. അതുകൊണ്ട് എന്താണ്? ഈ ആൻസർ ആണ് ശരി. നാലാമത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദെയർ 2 ആംഗിൾസ് ആർ റൈറ്റ് ആംഗിൾ. ഇതിന്റെ 2 ആംഗിൾസ് എന്താണ്? 90 ഡിഗ്രീസ് ആണ്. അതുകൊണ്ടല്ല. ആൻസർ എന്താണ് വരുന്നത്? സി ആണ് ആൻസർ വരുന്നത്. 6th എയിലെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഈസ് 96 സ്ക്വയർ സെന്റിമീറ്റർ. ദ വോളിയം ഓഫ് റെക്ടാങ്കുലർ ബോക്സ് ഹാവിംഗ് ദ സെയിം ലെങ്ത് ആൻഡ് വിഡ്ത് ഈസ് 96 ക്യൂബിക് സെന്റിമീറ്റർ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ബോക്സ്? അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം വോളിയം ഈസ് ഈക്വൽ ടു എന്താണ്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് എന്ന് എഴുതാം. ഇനി നമുക്ക് എന്താണ്? ബേസ് ഏരിയ എത്രയാണ് തന്നിരിക്കുന്നത്? 96 സ്ക്വയർ സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. വോളിയം എത്രയാണ് തന്നിരിക്കുന്നത്? 96 ക്യൂബിക് സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കിവിടെ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാം? നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് എഴുതാം. എങ്ങനെ എഴുതാം? ഏരിയ ഇൻറ്റു ഹൈറ്റ്, അതായത് ഇത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഏരിയ ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു വോളിയം എന്ന് എഴുതാം. ഇത് നമുക്ക് കാണേണ്ടത് എന്താണ്? ഹൈറ്റ് ആണ് അല്ലെ? ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? വോളിയം ഡിവൈഡ് ബൈ ഏരിയ എന്ന് എഴുതാം. വോളിയം എത്രയാണ് തന്നിരിക്കുന്നത്? 96 സെന്റിമീറ്റർ ക്യൂബ് ആണ്. ഏരിയ എത്രയാണ്? 96 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ എന്താണ്? 96ഉം 96ഉം പോയി കഴിഞ്ഞാൽ 1 കിട്ടുന്നത്. ഇവിടെ സെന്റിമീറ്റർ ക്യൂബ് എന്താണ്? സെന്റിമീറ്റർ ഇൻറ്റു സെന്റിമീറ്റർ സെന്റിമീറ്റർ ആണ്. 3 സെന്റിമീറ്റർ ആണ് അല്ലെ? താഴെ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സെന്റിമീറ്റർ. അപ്പോൾ ഈ 2 സ്ക്വയർ സെന്റിമീറ്ററും അങ്ങ് പോകും. അപ്പൊ എത്ര ബാക്കി വരുന്നത്? സെന്റിമീറ്റർ ആണ്. അപ്പോൾ ആൻസർ എത്രയാണ് വരിക? 1 സെന്റിമീറ്റർ എന്ന് കിട്ടും. 6th ബിയിലെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്കൊരു പൂള് തന്നിട്ടുണ്ട്. ആ പൂളിന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വാട്ടർ ഇൻ ദ പൂൾ ഈസ് ഈക്വൽ ടു എന്താണ്? 25 ലക്ഷം ലിറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് അളവുകൾ എന്താണ് തന്നിരിക്കുന്നത്? ഡെപ്ത് തന്നിരിക്കുന്നത് 2 മീറ്റർ ആണ്. വിഡ്ത്ത് തന്നിരിക്കുന്നത് 10 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 1 ക്യൂബിക് മീറ്റർ ഈസ് ഈക്വൽ ടു 1000 ലിറ്റർ. അപ്പൊ എന്ത് ചെയ്യാം? 25 ലക്ഷത്തിന് നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 3 പൂജ്യം മുകളിൽ നിന്ന് താഴെ നിന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 250 ക്യൂബിക് മീറ്റർ എന്ന് കിട്ടും. അടുത്ത നമുക്കറിയാം ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 250 ക്യൂബിക് മീറ്റർ ആണ്. ലെങ്ത് നമുക്ക് അറിയില്ല. വിഡ്ത്ത് എന്താണ്? 10 മീറ്റർ ആണെന്ന് അറിയാം. ഹൈറ്റ് വരുന്നത് 2 മീറ്റർ ആണ് വരുന്നത്. എങ്കിൽ ഇതിൽ എത്രയാണുള്ളത്? വാട്ടർ പകുതിയേ ഉള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് 2 മീറ്റർ എഴുതാൻ പറ്റില്ല. അതിന്റെ പകുതി എത്രയാണ്? 1 മീറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എത്രയാണ്? 10 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 1 ഈക്വൽ ടു 250 എന്ന് എഴുതാം. ലെങ്ത് ഈസ് ഈക്വൽ ടു 250 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 1. 10 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 10 തന്നെയാണ്. അപ്പോൾ ഇവിടെയുള്ള ഒരു 0 മുകളിലുള്ള ഒരു 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 25 മീറ്റർ ആയിരിക്കും. ഇതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. നമ്മുടെ കയ്യിലുള്ള ടാങ്കിലുള്ള വെള്ളത്തിൽ നിന്ന് എന്താണ്? അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണ്. അങ്ങനെ യൂസ് ചെയ്തതിന് ശേഷം അതിന്റെ ഹൈറ്റ് എന്തായിട്ട് മാറി?
40 സെന്റിമീറ്റർ ആയിട്ട് മാറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ലെങ്ത് തന്നിരിക്കുന്നത് എത്രയാണ്? 25 മീറ്റർ ആണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ? അതിനെ എന്ത് ചെയ്യണം? സെന്റിമീറ്റർ ആക്കി മാറ്റണം. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 100 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത് ഈസ് ഈക്വൽ ടു 25 ഇൻറ്റു 100 2500 സെന്റിമീറ്റർ എന്നാക്കി എഴുതാം. വിഡ്ത്ത് എന്ത് ചെയ്യണം? 10 മീറ്റർ ആണ്. അതിനെ 100 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 1000 സെന്റിമീറ്റർ എന്ന് കിട്ടും. വോളിയം കാണാൻ എന്ത് ചെയ്യണം? ലെങ്ത് ഇൻറ്റു ലെങ്ത് എത്രയാണ്? 2500 ആണ്. വിഡ്ത്ത് എത്രയാണ്? 10 ഇൻറ്റു 100 1000 ആണ്. അടുത്ത എന്താണ്? ഹൈറ്റ് എന്താണ്? 40 ആണ് അല്ലെ? എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ക്യൂബിക് സെന്റിമീറ്റർ ആണ് കിട്ടുന്നത് അല്ലേ? അതിനെ നമുക്ക് ലിറ്റർ ആക്കി മാറ്റണം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വോളിയം കാണാം. വോളിയം കാണാൻ എന്ത് എഴുതണം? 2500 ഇൻറ്റു 1000 ഇൻറ്റു 40/1000. അങ്ങനെയാണെങ്കിൽ എന്താണ്? ആൻസർ എ ആണ് കറക്റ്റ്. ബിയിൽ എന്താണ് കൊടുത്തിരിക്കുന്നത്? 2500 ഇൻറ്റു 1000 ഇൻറ്റു 60. 60 എന്ന് പറയുന്ന ഒരു അളവ് നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് ബി തെറ്റാണ്. സി എന്താണ് തന്നിരിക്കുന്നത്? 25 ഇൻറ്റു 10 ഇൻറ്റു 40/1000. ഇവിടെ ലെങ്ത്തും വിഡ്ത്തും എന്താണ്? മീറ്ററിലാണ്. അതായത് 25 മീറ്റർ 10 മീറ്റർ. 40 എന്താണ്? സെന്റിമീറ്ററിലാണ്. അതുകൊണ്ട് സി ആൻസർ തെറ്റാണ്. ഡി എന്താണ്? 25 ഇൻറ്റു 10 ഇൻറ്റു 60. 60 എന്ന ഒരു അളവ് നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് ഡിയും തെറ്റാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? എ ആയിരിക്കും ശരി.